ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ട്രിപ്പ് വ്ലോഗാണ് കേട്ടോ. എപ്പോഴത്തും പോലെ തന്നെ കുറേ ദിവസം മുന്നേ പോയ ട്രിപ്പാണ്. ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ പോയത് പാലക്കാടുള്ള തനിമ ഫാം ലൈഫിക്കായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമായിരുന്നു ടോട്ടലി. പിന്നെ നിങ്ങൾ പാലക്കാടുള്ള ഒരാളാണെങ്കിൽ മസ്റ്റായിട്ട് അവിടെ പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടോ. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഒരു വീഡിയോ കാണും. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്, എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫുള്ളൊന്നും ഇതിൽ കൊടുക്കുന്നില്ല, ചെറിയ ചെറിയ പാർട്ടാക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ തന്നെ 4 മിനിറ്റോളം, അല്ല 5 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ടാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബസ്സിലുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ. എല്ലാവരും സീറ്റിൽ നിന്ന് നീച്ചിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് തനിമയ്ക്ക് 1.5 മണിക്കൂറാണ് ദൂരമുള്ളത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കയ്യിലൊരു തനിമ ഫാം ലൈഫ് പറഞ്ഞിട്ടുള്ള ഒരു ബാൻഡ് കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് വെയിൽ കാരണം കാണുന്നുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി ഞാൻ നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഓരോ സ്ഥലം വീഡിയോ എടുത്തുകൊണ്ടേ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് എൻ്റർ ചെയ്തു. അവിടെ ചുമരിലായിട്ട് 3D എഫക്റ്റ് പോലെ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, പശു, വീട്, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ചെടികളും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എവിടെ നോക്കിയാലും പച്ചപ്പായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഓരോ ചെടികളുടെയും പേരും ചിത്രമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ചേട്ടൻ ഡ്രോണും കൈ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ്. പിന്നെ അവിടെ എന്തോ ചക്രം പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണെന്ന് അറിയില്ല. അതിലൊരു ഞാൻ പിടിച്ച് കറക്കിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർച്ചഡ് എക്സോട്ടിക് ഫ്രൂട്ട് ഗാർഡൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ കുറേ ബോഗൻവില്ല ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ മരത്തിൻ്റെ തണലിൽ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങളൊരു ഹാളിലാണ് എത്തിയിട്ടുള്ളത്. അവിടെ തൊട്ടപ്പുറത്തായിട്ടൊരു വലിയ പോണ്ട് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ഹാളിൽ പല കളറിലുള്ള മീൻ അക്വേറിയത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് അലിഗേറ്റർ ഗാറാണെന്ന് തോന്നുന്നു. ആ ഒരു ഫിഷും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് കല്ലിന് ഭയങ്കര ഇഷ്ടമായിട്ട് കല്ലിൽ കളിക്കുകയായിരുന്നു കേട്ടോ. അവൾക്ക് മീനിന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വേറൊരു ഗോൾഡ് ഫിഷിൻ്റെ വലിയ സൈസ്, അതിൻ്റെ തലയിൽ എന്തോ ഇങ്ങനെ കുമിള പോലെ ഉണ്ടായിരുന്നു. അത് അതിന് അസുഖമാണോ അതോ ശരിക്കും അങ്ങനത്തെ മോഡലാണോ എനിക്കറിയില്ല കേട്ടോ. പിന്നെ അവിടെ വെൽക്കം ഡ്രിങ്ക് അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഗോവ ജ്യൂസ് ആയിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് കുടിച്ചു. പിന്നെ ബിസ്ക്കറ്റ്സും ഉണ്ടായിരുന്നു. പക്ഷേ ആ ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ ആ ബിസ്ക്കറ്റ്. പിന്നെ അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു. അത് പെൻഗ്വിൻ്റെ ഷേപ്പിൽ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചില കുട്ടികൾ അവിടെ നിന്നിട്ട് ക്യാരംസ് കളിക്കുന്നുണ്ട്. പിന്നെ ഈ 2 ചേച്ചിമാരാട്ടോ ഞങ്ങളുടെ ഗാർഡിയൻസ്. അപ്പോൾ അവർ ആ സ്ഥലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ TV പോലത്തെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതിലും ആ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ കാണിച്ചു തരികയൊക്കെ ചെയ്യായിരുന്നു. ഞങ്ങൾ 7 ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 ചേച്ചിമാരുള്ളതുകൊണ്ട് 2 ആയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഒരു ഗ്രൂപ്പ് ബോട്ടിങ് ചെയ്യാനും, അപ്പുറത്ത് കുളം കണ്ടല്ലോ അവിടെ ബോട്ടിങ് ചെയ്യാനും, ഒരു ഗ്രൂപ്പ് ഇവിടുത്തെ ഫ്രൂട്ട്സും ട്രീസൊക്കെ പരിചയപ്പെടാനും വേണ്ടിയിട്ട് പോവാണ്. ആ ചേച്ചി ഞങ്ങൾക്ക് അവിടെയുള്ള ഓരോ ഫ്രൂട്ട്സും ചെടികളൊക്കെ കുറിച്ച് പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ വെറൈറ്റി ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ തേനീച്ചയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇവിടെ അവർ തന്നെ ഫെർട്ടൈൽ സോയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഡീകമ്പോസ്റ്റൊക്കെ ചെയ്തിട്ട് ഈ വേർമി കമ്പോസ്റ്റൊക്കെ പോലെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയാണ് ഈ സോയിൽ എന്നൊക്കെ പറഞ്ഞ മുകളിൽ ഓരോ ബോർഡ്സ് കാണുന്നത്. ഇന്ന് അത്യാവശ്യം അവിടെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ദിവസം ഞങ്ങൾ പ്രീ ബുക്ക്ഡ് ആയിട്ടാണ് പോയത്. പിന്നെ അവിടെ ഓരോ ടാങ്ക് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഓരോ ടൈപ്പ് ഓഫ് സോയിൽസാണ് ഉണ്ടായിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. കിലോയ്ക്ക് ഏകദേശം കുറവാണ്, ഒരു 45-35 അങ്ങനെ എന്താണ് ആ ചേച്ചി പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ അവിടെ ആ സോയിലിനെ കുറിച്ചിട്ട് ഒരു ബോർഡിൽ ഇങ്ങനെ എന്തൊക്കെയോ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ബൈക്ക് റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിന് എക്സ്ട്രാ പേ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങളത് കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ചൈനീസുകാർ മീൻ പിടിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇത് കയറൊക്കെ വെച്ച് വലിയൊരു നെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ആ നെറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനപ്പുറത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്ന്. അതിൽ കുറേ പോയിൻറ്റ്സ് അതിനെ പറ്റിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. 14th സെഞ്ച്വറിയിലാണ് ഇത് കണ്ടുപിടിച്ചത്, ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ഈ ഒരു കിണറിൽ നിന്ന് വെള്ളം കോരില്ലേ, ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ കാണുന്നത് ആ ഒരു വലിയ നെറ്റ് അപ്പം ഇങ്ങനെ താഴത്തോട്ട് പോകും. നിലത്ത് 2 കല്ല് കിടക്കുന്നത് കാണുന്നില്ലേ, ആ കല്ല് പൊങ്ങണം. അതായത് വലിക്കുമ്പോൾ ആ കല്ല് പൊങ്ങുമ്പോൾ ഈ നെറ്റ് താഴ്ക്കി പോകും. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇപ്പോൾ ആ കല്ല് പൊന്തിയിട്ടുണ്ട്. ആ നെറ്റ് പതിയെ താഴത്തോട്ട് പോയിട്ടുമുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് താഴത്തോട്ട് പോയ ശേഷം അതിനുള്ളിലോട്ട് തീറ്റ ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മീൻ വന്ന് പെടുകയാണെങ്കിൽ നമുക്ക് ആ മീൻ കൊണ്ടുപോകാം. പക്ഷേ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു കുളത്തിൽ തന്നെയാണ് ബോട്ട് റൈഡും നടക്കുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് വന്ന് വേറെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ ചേച്ചി മിറാക്കിൾ ഫ്രൂട്ട് പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് ഒരു 1 ഹവറത്തോളം എന്ത് പുളിയുള്ളത് കഴിച്ചാലും മധുരിക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരുമാതിരി മധുരമായിരുന്നു. ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീൽ വെറൈറ്റി ആയിട്ടുള്ള മുന്തിരിങ്ങ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല, പച്ചയായിരുന്നു. എന്നാലും ഞങ്ങൾ ടേസ്റ്റ് അറിയാൻ വേണ്ടി കഴിച്ചു നോക്കിയപ്പോൾ മുന്തിരി പോലത്തെ തന്നെയാണ്, പക്ഷെ എന്തൊരു ചവർപ്പുണ്ടായിരുന്നു, കാരണം പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു പാലമാണ് കേട്ടോ, ഒരു ചെറിയ കുളം, അതിൻ്റെ നടുക്കുള്ളൊരു പാലം. പിന്നെ ചെടികളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ആ കുളത്തിലോട്ട് ഇതിങ്ങനെ ചെടികളിങ്ങനെ വന്ന് വീണ പോലെ കിടക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല രസമുണ്ടായിരിക്കും. പിന്നെ അവിടെ ഒരു അവക്കാഡോയുടെ മരം കണ്ടു. പക്ഷേ അതിൽ അവക്കാഡോ ഒന്നും ഉണ്ടായിട്ടില്ല, ചെറുതാണ്, ഇനിയും വളരാനുണ്ട്. അതുകൊണ്ട് എനിക്ക് സങ്കടമായിട്ടോ. അവക്കാഡോ ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി കഴിക്കുമായിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്, ക്യാബേജ് പോലെ എന്തൊക്കെയോ. അതിന് ഹൈഡ്രോപോണിക്സ് അക്വാപോണിക്സ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു കിണർ പോലെയുള്ള സംഭവത്തിൽ മീനിൻ്റെ ചിത്രമൊക്കെ വച്ചിട്ടുണ്ട്. അതിനുള്ളിൽ മീനാണ് കേട്ടോ ഉള്ളത്. ഇപ്പം ഞങ്ങൾ വന്ന് ആദ്യം വന്ന സ്ഥലത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി ഞങ്ങളാണ് ബോട്ടിങ് ചെയ്യാനുള്ളത്. പിന്നെ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബോഗൻ വില്ലേഴ്സ് ആട്ടോ. പല കളറുള്ള ബോഗൻ വില്ലേഴ്സ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ ആ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ബോട്ടിങ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഞങ്ങൾ പോകുന്ന ബോട്ട് കേട്ടോ. ഞാൻ സൈഡ് സീറ്റ് തന്നെ കയറി പിടിച്ചിട്ടുണ്ട്. ഇതിൽ 6 പേർക്കെങ്ങാണ്ടാണ്, 5 പേർക്കും 6 പേർക്കും എങ്ങാണ്ടാണ് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ കുറച്ചധികം പേരുള്ളതുകൊണ്ട് ഞങ്ങൾ 2ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ബോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോട്ടിൽ വേറെ ഗ്രൂപ്പ് പോകുന്നുണ്ട്, ഈ ബോട്ടിൽ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കല്ലൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ ബോട്ടിൽ പോകുന്നതിന് ഉമ്പ് കൊണ്ട് കളിക്കുകയാണ്. അത് അവളുടെ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ അവിടെ ഇങ്ങനെ കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇൻ്റെ സീറ്റ് വേണം, സൈഡ് സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇത് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് സന്ധ്യാൻ്റെയും എൻ്റെ അച്ഛനും പാടെയാണ് കേട്ടോ. ഇത് സൈക്കിൾ ചവിട്ടുന്ന കണക്കാണ് ഇത് ഡ്രൈവ് ചെയ്യേണ്ടത്. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ അച്ഛനും ഷിനോച്ചുമാമയും കൂടെ വേറൊരു എന്താ പറയുക പങ്കായല്ലേ, അത് വെച്ച് തുഴയുന്ന ബോട്ടിൽ കൂടി കയറി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറുകയാണ്. അങ്ങനെ രണ്ടാളും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, തുഴഞ്ഞിട്ട്.
പിന്നെ ഞങ്ങളടുത്ത് സിപ്പ് ലൈൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോകുന്നത് ആവണിയാണ് കേട്ടോ. അടുത്തതായിട്ട് പോകുന്നത് ഞാനാണ്. അമ്മയും പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ പോകാൻ നല്ല രസമായിരുന്നു കേട്ടോ, പറക്കുന്ന ഫീലായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ സ്ഥലത്തോട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ട് നമുക്ക് റെസ്റ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ വലിയൊരു പാമ്പും കോണി ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പല ഡിസൈൻസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഊഞ്ഞാല പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പുല്ലുകൊണ്ടും ചെടികളും കൊണ്ടൊക്കെ അവരവരുടെ ഫാമിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു തരത്തിലുള്ള സ്വിങ്ങാണ്, ജൈൻറ്റ് സ്വിങ്ങോ അങ്ങനെ എന്തോ ആണ് പേര്. നല്ല ഉയരത്തിൽ പോട്ടോ. അത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത സമയത്ത് ഇതിങ്ങനെ പെട്ടെന്ന് പൊട്ടി വീഴുന്ന പോലെ ഇരിക്കും. അതങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഞാനൊക്കെ പേടിച്ചോടിയത് പൊട്ടി വീഴാണോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവിടെ പഴയ കാലത്തെ പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നെല്ല് കുത്തുന്ന ആ ഒരു കല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊരു കുഞ്ഞ് ഓല ഷെഡ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ പായ, റാന്തൽ വിളക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മൃഗങ്ങളൊക്കെ അവിടുത്തെ കാണാൻ പോയി. അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ റഷ്യൻ പേർഷ്യൻ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ കിളികളൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ആവണി ഇടിയും കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ലേറ്റായിട്ടാണ് വന്നത്. ബാക്കിയുടെ കയ്യിലൊക്കെ വേഗം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി. ഞങ്ങൾ ഫുഡ് കഴിച്ച ശേഷം കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയത്. പക്ഷേ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ സദ്യ പോലെ ഉണ്ടായിരുന്നു, ബട്ട് നോണും ഉണ്ടായിരുന്നു. നോണായിട്ട് ഫിഷ് ഫ്രൈ, ഫിഷ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് അവർ തന്നെ വളർത്തുന്ന മീൻ, അവർ തന്നെ നാച്ചുറലായിട്ടുള്ള ഫുഡായിരുന്നു. അവിടെ വെജിറ്റബിൾസൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് വെച്ചിട്ടായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ തീരെ ക്ലിയർ ആയിരിക്കില്ല, ഷെയ്ക്ക് ആയിരിക്കും, കാരണം ഞാൻ ഓടുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അപ്പുറത്ത് കാണുന്ന ഒരു കുട്ടീനെ കണ്ടോ, അവൾ ആദ്യമായിട്ട് കയറുമ്പോൾ പേടിച്ചിട്ടാട്ടോ ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഞാനും ആവണിയൊക്കെ പാടെ ചുമ്മാ അങ്ങനെ വീഡിയോ എടുത്തു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി നിൽക്കുന്നത്. ഉച്ചയ്ക്കാണ് ഞങ്ങൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയത്. അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു ആ ഗ്ലാസ് ബ്രിഡ്ജ്. ഞങ്ങൾക്കിങ്ങനെ പുള്ളിയുടെ ചാടിച്ചാടിയിട്ടാണ് നടത്തണ്ടായിരുന്നത്. പക്ഷേ അതുവരെയൊക്കെ വന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാതെ പോകും എങ്ങനെ, അതുകൊണ്ട് ഞങ്ങൾ കയറിയത്. പിന്നെ ഞങ്ങൾ കയറി കളിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് കയറി കളിക്കാനായിരുന്നു. പിന്നെ ഇവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ എന്തൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടൊക്കെ ഉണ്ട്. മുളയുടെയാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേറെ സ്ഥലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പിന്നെ നടക്കാൻ വയ്യാത്തവർക്ക് ഒരു കാർ പോലൊരു സംഭവമില്ലേ, അതും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അവിടെ വാട്ടർ വീൽ ഉണ്ടായിരുന്നു, ജലചക്രം. ഈ കർഷകന്മാരൊക്കെ യൂസ് ചെയ്യുന്ന, പാടത്തൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം. ഇതിൽ നേരത്തെ കയറിയിരുന്ന കുട്ടി പുണ്യാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ കമൻസിൽ കണ്ടുണ്ടാവും ഐ ആം പുണ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കയറി ഓടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ അവിടെ നമ്മളൊരു വാലിക്ക് പോയ പോലെ അത് വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ പ്ലാന്റ്സ്, നല്ല രസമായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ സ്നോഫാൾ പോലെ വെള്ളം ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ചാടി കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ സൈഡിലും ഒക്കെ ഫ്ലവേഴ്സ്, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുള്ളി നടക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫിഷ് സ്പാ ചെയ്ത് പോയിട്ട് കുറേ നേരം ചെയ്തിട്ടുണ്ടായിരുന്നത്, നല്ല രസമുണ്ടായിരുന്നു. കുറേ നല്ല കണക്ക് ഇക്കിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഉള്ള കുട്ടികളൊക്കെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളാണ് കേട്ടോ. അവർ ക്യാമറ കാണുമ്പോൾ യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ടർഫ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, പിന്നെ അമ്പ് വിടുന്ന സംഭവമൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അമ്പൊക്കെ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് കൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. അവിടെ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ഫിഷ് പോണ്ട് ഉണ്ട്. അവിടെ നമുക്ക് കൈ കൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഫിഷ് കൊയ്ക്കാർപ്പുകളാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് പേര് അറിയില്ല. സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങൾ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂള് കുളിച്ചിട്ട് ആകെപ്പാടെ വിറച്ചവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അതുകൊണ്ട് റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പുറത്ത്, പക്ഷേ കയ്യിലൊന്നും കയറാൻ പറ്റിയില്ല, കാരണം കയറുമ്പോഴേക്കും ഞാൻ വിറച്ച് ഒരുമാതിരി ആവായിരുന്നു, അതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. പിന്നെ അവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ ട്രാംപോലിൻ ഉണ്ടായിരുന്നു, അപ്പം അതിൽ ഞാൻ ചാടി കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോയി. അവിടെ കുതിര, കഴുത, ആട് അങ്ങനെയുള്ള
സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല വെറൈറ്റി പശുക്കളൊക്കെ ഉണ്ടോ. ഇതൊക്കെ എന്തോ എവിടെ നിന്നൊക്കെ ഗുജറാത്തിൽ നിന്നോ അങ്ങനെ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന എരുമ, പോത്ത് സംഭവങ്ങളാട്ടോ. ഇത് അതിനൊക്കെ ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലതിന് തൊടാൻ പറ്റില്ല, കാരണം അത് ഒരുമാതിരി തുറച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ആളുകളുണ്ടായിരുന്നു. ആളുകളൊക്കെ ഞങ്ങൾ തൊട്ടു, കാരണം കുഞ്ഞു കുഞ്ഞു ആളുകളിങ്ങനെ ചാടി വരികയും നല്ല രസമായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ അവരിങ്ങനെ വെളിയിൽ നല്ല ആൾക്ക് വിട്ടയക്കണമെന്നില്ല, ആ ഒരു സ്ഥലത്ത് വിട്ടയക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുതിരവണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. കുതിരവണ്ടിയിൽ കല്ല് വെച്ചയും പാടായിട്ടപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അമ്മയും പോയിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിൽ. ഞങ്ങൾ കുതിരയിലാട്ടോ കയറിയത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അമ്മ കുതിരവണ്ടിയിൽ പോകുന്നത് കേട്ടോ. ഈ ഒരു ചെറിയ റൗണ്ടാണ് ഫുള്ളാകത്തുള്ളൂ, എന്നാലും നല്ലൊരു രസമാണ് കേട്ടോ. പിന്നെ ഇപ്പം കുതിരയിൽ ഞാനും പൂജയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുക പറയുന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹെൽമെറ്റിൽ പിടിക്കുന്നുണ്ടായിരുന്നു, കാരണം ഹെൽമെറ്റ് ലൂസായിരുന്നു. അപ്പോൾ ടൈറ്റാണോ അത് വീണ് പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നിങ്ങൾക്ക് ആ സൈഡിൽ കാണാൻ പറ്റും, വേറെയും പല കുതിരകൾ ആ സൈഡിലുണ്ട്, വെള്ള, ബ്രൗൺ അങ്ങനത്തെ നിറത്തിലുള്ളത്. അത് ഏതൊരു കുതിര ഞങ്ങളെ കുതിര വന്നപ്പോൾ കടിക്കാൻ പോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ പേടിയായിട്ടുണ്ടായിരുന്നു, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ കുതിരയിൽ ആവണിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ തന്നെ വൈകുന്നേരം സ്നാക്സും ടീയും അവൈലബിൾ ആണ്. ഞാൻ സ്നാക്സ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉഴുന്നുവട ഉണ്ടായിരുന്നു, പിന്നെ കുഴലപ്പം ഉണ്ടായിരുന്നു കേട്ടോ. കുഴലപ്പമാണ് എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്നത്, ഉഴുന്നുവട ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ഏട്ടൻ പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആരും കാണാനൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു, കാരണം അച്ഛൻ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. പക്ഷേ അവിടെ വേറെന്തോ നാലുകെട്ടോ അങ്ങനത്തെ എന്തോ വീടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എഴുതി അതുകൂടി കണ്ടിട്ട് പോവാമെന്ന്. ഇപ്പം അത് കാണാൻ വേണ്ടി പോവാണ്. ഇതാണ് സംഭവം കേട്ടോ. ഇത് ഉള്ളിൽ കഴിക്കാനിടുന്ന സംഭവമാണ് കേട്ടോ. അതിനപ്പുറത്തായിട്ടൊരു സ്വിമ്മിംഗ് പൂള് അവൈലബിളാണ്. അവിടേക്കായിരുന്നു ഞങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ടോട്ടലി നല്ല ആളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ മാത്രം വേറെ സ്പേസ് ഉണ്ടായിരുന്നില്ല. മറ്റേ ഞങ്ങൾ ശരിക്കും കളിച്ച സ്ഥലത്ത് വേറെ സ്പേസ് ഉണ്ടായിരുന്നു, ആളില്ലാത്തത് കുഞ്ഞു കുട്ടികളെ കളിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആലയിട്ട്. അത് നല്ലൊരു ആൻറ്റിക്കായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിനുള്ളിൽ താമസിക്കാനൊക്കെ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം അതിനുള്ളിൽ ആരോ താമസിക്കുന്നുണ്ട്. പിന്നെ യുദ്ധത്തിൻ്റെയൊക്കെ യൂസ് ചെയ്യില്ലേ, മിസൈൽ വിടുന്നൊരു സംഭവം, അതുപോലെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീടിൻ്റെ പുറത്തിരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ട്രീ ഹൗസിനായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ കണ്ടാണ്ടിരുന്നൊരു കാർട്ടൂണുണ്ട് ഹൈഡി പറഞ്ഞിട്ട്, അതിൽ ഇതേപോലെ ഒരു ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൽ കയറാൻ വേണ്ടിയിട്ട് നല്ല ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെ ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ ഒരു ട്രീ ഹൗസിൽ കയറിയിട്ടില്ല കേട്ടോ. പക്ഷേ അതിനുള്ളിൽ വലുതായിട്ട് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കട്ടിലുണ്ടായിരുന്നു, പിന്നെ ഒരു മേശ പോലെ എന്തോ ഉണ്ടായിരുന്നു, അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുതിയൊരു ഫ്രണ്ടിൻ്റെ ഒരു പപ്പീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഇവിടെ കളിക്കുകയൊക്കെ ചെയ്തിട്ടായിരുന്നു കേട്ടോ. അതിനെന്തോ മണിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ തന്നെ തോന്നുന്നു, പക്ഷേ അത് ഞങ്ങളെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ അതിൻ്റെ പേരൊക്കെ ഇട്ട് വിളിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ നിങ്ങൾ കാണുന്ന ഈ വീഡിയോയിൽ ഞാനായിരിക്കില്ല സംസാരിക്കുന്നുണ്ടാവുക, വേറെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.